السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള റാഹത്തും സന്തോഷവും ഖൈറും ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇന്നീ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വവിധ തെറ്റുകളും കുറ്റങ്ങളും സർവശക്തനായ പടച്ചതമ്പുരാൻ വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷയത്തിലും അല്ലാഹു നമുക്ക് വിജയവും ഉത്കൃഷ്ടമായ പദവിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഇൽമ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഭൗതികമായാലും മതപരമായാലും അതിലുള്ള പരീക്ഷണങ്ങളും പരീക്ഷകളുമൊക്കെ വിജയിക്കുക എന്നത്, അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉന്നതിയിലേക്ക് ഉന്നമനത്തിലേക്ക് എത്തുക എന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ അവന്റെ വിദ്യാഭ്യാസത്തിൽ വിജയം കണ്ടെത്തണമെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ആവേശമാണ്, അവന്റെ ഒരു പ്രതിജ്ഞയാണത്. എന്നാൽ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവർകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പല പണ്ഡിതന്മാരും, ഇത് ചെയ്തിട്ട് ഫലം അറിഞ്ഞിട്ടുണ്ട് എന്ന് പല പണ്ഡിതന്മാരും മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ബദീഉസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ മിൻ ജമീഇ ജുർമി വ ഇസ്റാഫി അലാ നഫ്സി വ അതൂബു ഇലൈഹി റബ്ബി സിദ്നി ഇൽമൻ വ ഹിക്മതൻ വ ഹിഫ്ള. എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ് അൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ബദീഉസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ മിൻ ജമീഇ ജുർമി വ ഇസ്റാഫി അലാ നഫ്സി വ അതൂബു ഇലൈഹി റബ്ബി സിദ്നി ഇൽമൻ വ ഹിക്മതൻ വ ഹിഫ്ള എന്ന ഈ ദിക്റ്, എന്ന ഈ ദുആ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 3 പ്രാവശ്യം ഒരാൾ പതിവാക്കിയാൽ അവന്റെ വിദ്യാഭ്യാസത്തിൽ വളരെ പുരോഗതിയുണ്ടാകും. അവന്റെ പരീക്ഷയിൽ വിജയം കണ്ടെത്താൻ കഴിയും. അവന് പഠിച്ചത് മറക്കുകയില്ല. പഠിച്ചത് അവൻ എന്താണോ പറഞ്ഞു ചൊല്ലിയിട്ട് നോക്കിയിട്ട് പഠിച്ചിട്ട് പോയത് അത് തന്നെ അവനിക്ക് വന്നാൽ അത് വിജയത്തോടെ നല്ല നിലക്ക് ഓർത്തെടുക്കാൻ അവനിക്ക് കഴിയും. അവന്റെ പരീക്ഷകളിൽ വല്ലാത്ത വിജയം കണ്ടെത്താൻ കഴിയും. അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം. സാമ്പത്തികമായ അഭിവൃദ്ധി ഈ ദുആ ചൊല്ലിയാൽ ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരീക്ഷകളിൽ അല്ലാഹു വിജയം കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായ വിഷമങ്ങളിൽ നിന്ന്, പലിശയുമായി ബന്ധപ്പെടുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.